ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈസിംഗ് ഡിസിഷൻ. വൺസ് എ കമ്പനി ഹാസ് ഡെവലപ്ഡ് എ പ്രൊഡക്റ്റ് ഇറ്റ് ഹാസ് ടു ഡിസൈഡ് ഹൗ ടു പ്രൈസ് ഇറ്റ്. അതായത് ഒരു പ്രൊഡക്റ്റിനെ ഒരു കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് അവർ തീരുമാനിക്കുന്നതാണ് അതിനത്ര പ്രൈസ് ചാർജ് ചെയ്യണം. ആ ഒരു പ്രൈസിനനുസരിച്ചിട്ടാണ് ആ കമ്പനിയുടെ പ്രോഫിറ്റോ ലോസോ അല്ലെങ്കിൽ അത് മാർക്കറ്റിൽ നിൽക്കുമോ, അതായത് ഒരുപാട് വില കൂടുതലുള്ള സാധനം കൊടുത്താൽ അത് ആളുകൾ അധികം വാങ്ങിക്കണമെന്നില്ല, അപ്പോൾ അവർ അവരുടെ പ്രോഫിറ്റിനെ അത് ബാധിക്കും. പ്രൈസ് ഈസ് ദ ഓൺലി മാർക്കറ്റിംഗ് മിക്സ് എലമെൻറ്റ് ദാറ്റ് പ്രൊഡ്യൂസേഴ്സ് റവന്യൂ. പ്രൊഡ്യൂസേഴ്സിന് കിട്ടുന്ന വരുമാനം. പ്രൈസ് ഈസ് വാട്ട് എ ഫേം ചാർജസ് ഫ്രം ഇറ്റ്സ് കൺസ്യൂമേഴ്സ്. ഒരു കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൽ നിന്നും ഒരു ഫേമിന് കിട്ടുന്ന എമൗണ്ട് അല്ലെങ്കിൽ അവരുടെ ചാർജസിനാണ് പ്രൈസ് എന്ന് പറയുന്നത്. വാരൻ ബഫറ്റ് ഹാസ് സിംപ്ലി പുട്ട് എ റെഫറൻസ് ബിറ്റ്വീൻ വാല്യൂ ആൻഡ് പ്രൈസ്. അക്കോർഡിംഗ് ടു ഹിം പ്രൈസ് ഈസ് വാട്ട് യു പേ, വാല്യൂ ഈസ് വാട്ട് യു ഗെറ്റ്. അതായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സംഖ്യയും വാല്യൂ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ സർവീസിന് കൊടുക്കുന്ന മണിയാണ് പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ട്യൂഷൻ ഫീസ്, കോളേജ് ഫീ, ഇൻഷുറൻസ് പ്രീമിയം അതൊക്കെ അതിൽ വരും. ഇനി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രൈസിങ് ഡിസിഷൻ. ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇൻറ്റേർണൽ ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്റ്റേർണൽ ഫാക്ടേഴ്സും ഉണ്ട്. ഇതിന് ഡിറ്റർമിനൻസ് എന്നും പറയും. ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ ഫസ്റ്റ് വൺ കോസ്റ്റ്. അതായത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തതാണ് ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് അല്ലെങ്കിൽ അതിൽ വരുന്ന ചിലവ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്. Prices are to be fixed keeping the objective in view. Maximization of sales, target rate return, stability in price, projecting images, preventing competition. ഇതൊക്കെ ഈ ഒബ്ജക്റ്റീവിൽ വരുന്നതാണ്. ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ്. ഇൻറ്റേർണൽ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു ചിലവ്. ഓവറോൾ പ്രൈസിങ് സ്ട്രാറ്റജി ഈസ് ഡിറ്റർമിൻഡ് ബൈ ടോപ്പ് എക്സിക്യൂട്ടീവ്. ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ആണ് പ്രൈസിങ് സ്ട്രാറ്റജി ഡിറ്റർമിൻ ചെയ്യുന്നത്. ദ ആക്ച്വൽ മെക്കാനിക്സ് ഓഫ് ദ പ്രൈസിങ് ആർ ഹാൻഡിൽഡ് ബൈ ആരാണ്? ലോവർ ലെവൽ എംപ്ലോയീസ് അല്ലെങ്കിൽ ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. മാർക്കറ്റിംഗ് മിക്സ്. പ്രൈസ്, പ്രൊഡക്ഷൻ, പ്ലേസ്, പ്രൊമോഷൻ ആർ ദി ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് എ മാർക്കറ്റിംഗ് മിക്സ്. അത് ഈ എലമെൻറ്റ്സ് ഒക്കെ ഇൻ്റർ കണക്റ്റഡ് ആണ്, അത് ഒന്നിനെ ആശ്രയിച്ചിരിക്കുന്നു. പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. The price of the product also depend on the characteristics of the product. And കസ്റ്റമേഴ്സിനെ അട്രാക്റ്റീവ് ചെയ്യാനായിട്ട് അവർ ന്യൂ സ്റ്റൈല് അല്ലെങ്കിൽ പാക്കേജ് നന്നാക്കുക, അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തും. എന്നിട്ട് ഹൈ പ്രൈസും ചാർജ് ചെയ്യും. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. പ്രൊഡക്ഷൻ സ്റ്റേജിൽ നോർമലി നമ്മൾ ചാർജ് ചെയ്യാൻ ലോ പ്രൈസ് ചാർജ് ചെയ്യുകയാണെങ്കിൽ അതൊരു റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്നു. എന്നിട്ട് ഗ്രോത്ത് സ്റ്റേജിലാണെങ്കിൽ ആ ഒരു മാർക്കറ്റ് അവർ പിടിച്ചു കഴിഞ്ഞാൽ പതുക്കെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേക്കും അവർ പ്രൈസ് കുറച്ച് ഡിമാൻഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ വരുന്നത്. നെക്സ്റ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ ഡിമാൻഡ്. നേച്ചർ ആൻഡ് കണ്ടീഷൻ ഓഫ് ദ ഡിമാൻഡ് ഷുഡ് ബി കൺസിഡേർഡ് വെൻ ഫിക്സിങ് ദ പ്രൈസ്. അതൊരു പ്രൊഡക്റ്റിൻ്റെ സ്വഭാവവും അതിന് എത്രത്തോളം മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളത് എന്ന് മനസ്സിലാക്കണം. If the demand is elastic, lower price may be fixed. Next one, competition. മാനുഫാക്ചറിന് അവരുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഒരു കോമ്പറ്റീഷൻ മനസ്സിലാക്കാതെ ഫിക്സ് ചെയ്യാൻ സാധിക്കില്ല. ഈ സിമിലർ പ്രൊഡക്റ്റ് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടും വില കുറച്ചാണ് മാർക്കറ്റിൽ കിട്ടുന്നതെങ്കിൽ ആ ഒരു നമ്മുടെ പ്രൊഡക്റ്റിന് അവിടെ കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ സിമിലർ പ്രൊഡക്റ്റിൻ്റെ പ്രൈസും കൂടി കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. Distribution channel also sometimes affect the price. Longer the distribution channel, higher would be the price and vice versa. General economic condition. Price is affected by the general economic conditions such as inflation, deflation, trade cycle. ഇതിനൊക്കെ ഒരു പ്രൈസ് എഫക്റ്റ് ചെയ്യുന്നു. ഇനി ഗവൺമെൻറ് പോളിസി. Pricing also depends on the price controlled by the government through enhancement of legislation. While fixing the price, the firm has to take into consideration the taxation and ട്രേഡ് പോളിസീസ് ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അതും പ്രൈസിനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നു. ഇമ്പോർട്ടൻറ്റ് പ്രൈസിങ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സൈക്കോളജിക്കൽ പ്രൈസിങ്.
Some manufacturers fix the price of their product in the manner that it may create an impression in the mind of consumers that prices are low. അതായത് ചില മാനുഫാക്ചേഴ്സ് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ, അതായത് ഈ സാധനങ്ങൾക്ക് ഒത്തിരി അഫോർഡബിൾ ആണ് അല്ലെങ്കിൽ വില കുറവാണെന്നൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നു. അടുത്ത ജോഗ്രഫിക്കൽ പ്രൈസിങ്. അതായത് പല ജോഗ്രഫിക്കൽ പ്ലേസ് അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന പ്രൈസ് ആയിരിക്കില്ല വേറെ വിദേശത്ത് കിട്ടുന്നത് സെയിം പ്രൊഡക്റ്റിന്. അപ്പോൾ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ അനുസരിച്ചും പ്രൈസ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബേസ് പോയിന്റ് പ്രൈസിങ്. ബേസ് പോയിന്റ് പ്രൈസിങ് ഈസ് ഈക്വൽ ടു ഫാക്ടറി പ്രൈസ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് കാൽക്കുലേറ്റഡ് റെഫറൻസ് ടു ബേസ് പോയിന്റ്. അത് ഫാക്ടറി പ്രൈസും പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ ചാർജസും അതിൽ വരും. സോൺ പ്രൈസിങ്. Under this method, the company set up 2 or more zones. The company charges same price for all the customers within a zone. The price is higher in the more distant zone. Dual pricing. Dual pricing എന്താണ്? ഒരേ പ്രോഡക്റ്റ് സെയിം പ്രോഡക്റ്റ് at 2 different places. It is dual pricing. അതായത് when manufacturers sell the same product at 2 different prices, it is dual pricing. അതായത് ഒരേ പ്രൈസ് അല്ല ഒരേ സാധനം 2 പ്രൈസിൽ വിൽക്കുക. അതൊരു പ്രൊഡക്റ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഏജൻസിക്കാണെങ്കിൽ അവർക്ക് ലാഭത്തിന് കിട്ടും. എന്നാൽ അത് പ്രൊഡക്റ്റ് നമ്മൾക്ക് മാർക്കറ്റിലേക്ക് എത്തുമ്പോഴോ അതിന് അതിൻ്റേതായ റേറ്റ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഹോൾസെയിലേഴ്സിൻ്റെ അടുത്ത് നിന്ന് എടുക്കുന്നതും റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് നിന്ന് എടുക്കുന്നതും വ്യത്യാസമുണ്ട്. അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിങ്. Here is the pricing is done on the basis of managerial decision and not on the basis of cost, demand, competition, etc. മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ അനുസരിച്ചിട്ടാണ് ഇവിടെ, അല്ലാതെ കോസ്റ്റോ ഡിമാൻഡോ കോമ്പറ്റീഷനോ ഇതിനെ ബാധിക്കുന്നില്ല. മാർക്കപ്പ് പ്രൈസിങ്. മാർക്കപ്പ് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും അവർ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോഴുള്ള പ്രൈസിങ്. അതായത് ഹോൾസെയിലേഴ്സ് ആണെങ്കിൽ നമുക്ക് ടാക്സ് അല്ലെങ്കിൽ ഇതൊക്കെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു നേരിട്ട് എടുക്കുമ്പോൾ. എന്നാൽ റീറ്റെയിലേഴ്സ് ആണെങ്കിൽ അവർ ഹോൾസെയിലേഴ്സിൻ്റെ പെർസെൻറ്റേജ് ഓഫ് കമ്മീഷനോ അല്ലെങ്കിൽ അതിനുള്ള ലാഭം എടുത്തതിന് ശേഷം മാത്രമേ അവർ വിൽക്കുള്ളൂ. പ്രൊഡക്റ്റ് ലൈൻ പ്രൈസിങ്. Product line pricing may exist a number of varieties which differ size, quality, color, etc. Create product pricing. ഇതിലെന്താ വരുന്നത്? ദിസ് മെത്തേഡ് ഈസ് അഡോപ്റ്റഡ് ബൈ ദോസ് കമ്പനീസ് വിച്ച് മേക്ക് പ്രൊഡക്റ്റ് ദാറ്റ് മസ്റ്റ് ബി യൂസ്ഡ് അലോങ് വിത്ത് ദ മെയിൻ പ്രൊഡക്റ്റ്. അതായത് മെയിൻ പ്രൊഡക്റ്റിൻ്റെ കൂടെ നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ടത്. അതായത് ഇവിടെ എക്സാമ്പിളായിട്ട് എടുക്കുന്നത് ക്യാമറ പണ്ടത്തെ ക്യാമറ, അതിൽ ഒരു ഫിലിം ഉണ്ടാവും. ആ ക്യാമറ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഫിലിം വേണം. പ്രൈസ് ബണ്ടിലിംഗ്. അണ്ടർ ദി സ്ട്രാറ്റജി ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഈസ് സോൾഡ് ആസ് എ ബണ്ടിൽ അറ്റ് പ്രൈസ് ലോവർ ദാൻ ദ ടോട്ടൽ ഇൻഡിവിജ്വൽ പ്രൈസ്. ഇത് ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് കൊടുക്കുക ലോ കോസ്റ്റിൽ. ഇൻഡിവിജ്വൽ പ്രൈസ് ആണെങ്കിൽ കൂടുകയും ചെയ്യും. നെക്സ്റ്റ് വൺ, വാല്യൂ പ്രൊപ്പോസിഷൻ. Your brand could be the best in the market, but if you don't communicate its value, people would not buy it. അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നന്നായി നിൽക്കണമെങ്കിൽ എന്ത് വേണം? കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് അതിനെക്കുറിച്ചൊരു അവയർനെസ് വേണം. അതിൻ്റെ ഒരു മൂല്യം, അതിൻ്റെ എന്തൊക്കെ വാല്യൂസ് ഉണ്ട്, അതിൻ്റെ ഗുണങ്ങളും എല്ലാം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. യു മസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ദ വാല്യൂ ഓഫ് യുവർ പ്രോഡക്റ്റ് ടു കൺസ്യൂമേഴ്സിലേക്ക് നമ്മൾ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എത്തിക്കണം. വാല്യൂ ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ എ വാല്യൂ പ്രൊപ്പോസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് വാല്യൂ പ്രൊപ്പോസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. യുവർ വാല്യൂ പ്രൊപ്പോസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ പ്രോമിസ് ദാറ്റ് വിൽ മേക്ക് യുവർ ബിസിനസ് ഡിഫർ ഫ്രം യുവർ കോമ്പറ്റീറ്റേഴ്സ്. അതായത് ഒരേ പ്രൊഡക്റ്റ് ധാരാളം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും നമ്മുടെ പ്രൊഡക്റ്റ് ഡിഫറെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായി നിൽക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ഈ വാല്യൂ പ്രൊപ്പോസിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത്. വാല്യൂ പ്രൊപ്പോസിഷൻ ഈസ് ദ റീസൺ വൈ യുവർ കസ്റ്റമർ ചൂസ് ടു ബൈ ഫ്രം യു. അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തുകൊണ്ട് ആ കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്നു, അതിനുള്ളൊരു കാരണമാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടാവുക. അതിനായിട്ട് ആ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഉള്ള ഫുൾ ഡീറ്റെയിൽസ്. Value proposition differentiate your business from the competitors and answer the question why should customer choose this product or services over others.
ധാരാളം പ്രൊഡക്റ്റ് ഉള്ളപ്പോൾ നമ്മൾ ഇത് മാത്രം, ഈ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് മാത്രം ചൂസ് ചെയ്യുന്നതിൻ്റെ കാരണം. സോപ്പ് തന്നെ നമ്മൾക്ക് ധാരാളം ഉണ്ട്, ഇഷ്ടത്തിന് സോപ്പുകളുണ്ട്. എന്നാൽ നമുക്കത് ഇഷ്ടപ്പെട്ട ഒരു സോപ്പ് നമ്മൾ ചൂസ് ചെയ്യും. എന്തുകൊണ്ടാണ്? ചിലപ്പോൾ അതിൻ്റെ മണമായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളായിരിക്കും. അതൊക്കെയാണ് ഇതിൽ വരുന്നത്. അത് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ ഉള്ളത്? ഡിസ്ക്രൈബ് ദ യൂണിക് ബെനിഫിറ്റ് ആൻഡ് ദ വാല്യൂ യുവർ പ്രൊഡക്റ്റ് ഓർ സർവീസസ് ഡെലിവർ ടു യുവർ കസ്റ്റമേഴ്സ്. എക്സാമ്പിൾ ഊബർ, ടാക്സി. ഇപ്പോൾ ടാക്സി ഒരു ഓട്ടോയിൽ പോകുന്നതിനെക്കാട്ടും ടാക്സി പോകുന്ന സെയിം പ്രൈസിന് പോകാം. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ ആളുകൾക്ക് മനസ്സിലാവുന്നതോടുകൂടി അത് മാർക്കറ്റ് പിടിച്ചു. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് വാല്യൂ പ്രൊപ്പോസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എന്തൊക്കെയാണ് അതിൽ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വാല്യൂ പ്രൊപ്പോസിഷൻ ഇസ് ദ ഹാർട്ട് ബീറ്റ് ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഹാർട്ട് ബീറ്റാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. A good proposition expresses a simple sentence with a clear headline with attractive words outlining how the value of your company bring to the customers. അതിൽ 4 പോയിന്റ്സ് കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു അട്രാക്ട് ദ റൈറ്റ് കൈൻഡ് ഓഫ് കസ്റ്റമേഴ്സ് ഹു ആർ റെഡി ടു പർച്ചേസ്. ഒരു പർച്ചേസ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന ഒരു കസ്റ്റമേഴ്സിന് പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ അവർ കൊടുക്കുന്നു. It helps to connect with your audience to build long-term loyalty. It helps to guide your marketing, sales and product development. It helps to increase your sales because the value proposition make your sales team job easier. ഇതിൻ്റെ എലമെൻറ്റ്സ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റത്തെയാണ് ഹെഡ്ലൈൻ. Headline of your value proposition describe the benefit of the customer will receive as a result of making a purchase from your business. Headline can be catchy, but it should be clear and concise first and foremost. അതൊരു ക്യാച്ചി ആയിട്ടുള്ള ഒരു ഹെഡ്ലൈൻ. സബ് ഹെഡ്ലൈൻ ഓർ പാരഗ്രാഫിൽ എന്താ വരുന്നത്? കമ്പനിയുടെ ഓഫേഴ്സ്, അതിൻ്റെ ഗുണങ്ങൾ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരും. വിഷ്വൽ എലമെൻറ്റിൽ വരുന്നത് വീഡിയോ, ഇമേജ്, ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇമേജസ്, അതൊക്കെയാണ് അതിൽ വരുന്നത്. ഹൗ ടു ക്രിയേറ്റ് വാല്യൂ പ്രൊപ്പോസിഷൻ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ടു ക്രിയേറ്റിംഗ് ആൻ എഫക്റ്റീവ് വാല്യൂ പ്രൊപ്പോസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങളുടെ ഒരു ബ്രാൻഡിന് എന്തൊക്കെയാണ് പ്രോപ്പറായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം യുവർ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ആർ ഫേസിങ്. അത് നിങ്ങളുടെ സാധനം ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. അതിനുവേണ്ടി നമുക്ക് സർവേ നടത്താം, അല്ലെങ്കിൽ ഓൺലൈൻ സോഷ്യൽ മീഡിയ വഴി ഓരോ ആളുകളുടെ അടുത്തും പോയിട്ട് ഓരോ പ്രൊഡക്റ്റിൻ്റെ അഭിപ്രായങ്ങൾ ചോദിക്കാം. Describe how you can help your customers and solve their problem. അത് പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അതെങ്ങനെ അത് ഓവർകം ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ചെയ്യാമെന്ന് വിശദീകരിക്കുക. Then highlight how you offering the different from others. Lastly, you will want to focus on bringing out the uniqueness of your product and services. What is that make your company offering different and better than what offer competitors. എന്നിട്ട് മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സ് നൽകുന്നതിൽ നിന്നും എത്രത്തോളം വ്യത്യസ്തമായി, എത്രത്തോളം നല്ല രീതിയിൽ നമ്മുടെ പ്രൊഡക്റ്റ് കൊടുക്കാമെന്ന് ഡിഫൈൻ ചെയ്യാം. ഇഫ് യു ക്യാൻ ക്ലിയർലി ഹൈലൈറ്റ് വാട്ട് സെറ്റ് ഓഫ് അപ്പാർട്ട് ഫ്രം അതേഴ്സ് യു വിൽ മേക്ക് ഇറ്റ് ഈസി ടു യുവർ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ടു ചൂസ് യു. അപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒരു നല്ല കസ്റ്റമേഴ്സിനെ നിങ്ങളെ ചൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. നമ്മുടെ പ്രോഡക്റ്റ് വിറ്റഴിക്കാനായിട്ടും അതുവഴി ലാഭം ഉണ്ടാക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു.